നമ്മൾ ഒരു രാജ്യം അന്താരാഷ്ട്ര അതിർത്തി കടന്ന് നമ്മൾ അതിലേക്ക് നമ്മുടെ സുരക്ഷയ്ക്കായി വേണ്ടി ആക്രമിച്ചാൽ പോലും ലോകത്ത് ഒരു രാജ്യം പോലും ഒരു രാഷ്ട്രം പോലും ഭാരതത്തിനെതിരായി ശബ്ദിച്ചില്ല. ഈവൻ പാകിസ്ഥാൻ്റെ സന്തത സഹചാരിയായ ചൈന പോലും, ഇവിടെ പലർക്കും ചങ്കല ചൈനയാണ്, എങ്കിലും പാകിസ്ഥാൻ്റെ ചങ്കലയും കൂടിയുള്ള ചൈനയാണ്. ആ ചൈന പോലും ഇന്ത്യക്കെതിരായി ഓപ്പണായി ഒരു വാക്ക് പോലും മിണ്ടിയില്ല. അത് തീർച്ചയായും നരേന്ദ്രമോദി എന്ന സ്റ്റേറ്റ്മെൻ്റ് ഒരു വിദേശ നയത്തിൻ്റെ ആയിക്കോട്ടെ. സഹോദര ഒരു നിമിഷം അസഹിഷ്ണുത എന്ന് പറയുന്നത് ഇതാണ്. ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് അതിന് ആൻസർ പറയൂ. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പോലും നമ്മൾ അങ്ങോട്ട് ആക്രമിക്കാതെ മിണ്ടാതിരുന്നു. അപ്പോഴെന്തായിരുന്നു? ഈ സേനയൊന്നും ഇല്ലായിരുന്നു. 2014 ഒരു പാകിസ്ഥാനും ഇന്ത്യയെ അടിക്കാനുള്ള ധൈര്യമോ തൻ്റെ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. അന്നത്തെ സർക്കാർ അത്ര ശക്തമായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭരണം വരുമെന്ന കാര്യത്തിൽ 100-101% ഉറപ്പ് തന്നെയാണ്. കാരണം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ആസാമിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയി നോക്കിയാൽ അവിടെ BJP ക്ഷയിച്ചു പോയിരിക്കുകയാണ്. കാരണം അത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ, ഇപ്പൊ തന്നെ രാജസ്ഥാനിലെ തെളിവുകളുണ്ട്. അതുപോലെ തന്നെ യു പിയിൽ നമ്മുടെ യുടെ മുഖ്യമന്ത്രി രാജിവെച്ച സ്ഥലത്ത് ഇപ്പൊ ആരാ ജയിച്ചത്? അവിടെ ജയിച്ചത് കോൺഗ്രസ് ആണ്. അപ്പൊ അതുകൊണ്ട് യാതൊരു സംശയവുമില്ല, 100-101% മോഡി സർക്കാരിനെ പിരിച്ചു വിട്ടിട്ട് രാഹുൽ ഗാന്ധിയുടെ സർക്കാർ വരും. ആരുടെയും കേൾക്കില്ല, ആര് പറഞ്ഞും കേൾക്കില്ല. പറ്റില്ല കേട്ടോ. അവിടെ ഇരിക്കൂ. ഈ പട്ടിണി ഇന്ത്യയിൽ ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയും BJP ആണോ? നിങ്ങൾ എന്തുകൊണ്ട് മാറ്റിയില്ല? 1957 ശേഷം മാറി മാറി കേരളം ഭരിച്ച 2 മുന്നണികളുണ്ട്. ഈ 2 മുന്നണികളും കൂടി ഇന്ന് കേരളത്തിൽ എത്ര ഹരിജനങ്ങൾക്ക് ഒരു തുണ്ട് ഭൂമിയില്ല, എത്ര ഹരിജനങ്ങൾക്ക് വീടില്ല, മാറി ഉടുക്കാൻ തുണിയില്ല. ഇതൊക്കെ BJP ആണോ കേരളത്തിൽ ഉണ്ടാക്കിയത്? 2002 വരെ 7000 കോടി രൂപ ആസ്തിയുള്ള ഒരൊറ്റ മുതലാളിമാരുണ്ടായിരുന്നില്ല. എന്നാൽ 2019 ആകുമ്പോഴേക്കും 121 മുതലാളിമാർ 7000 കോടിയേക്കാൾ അധികം ആസ്തിയുള്ളവരായി മാറി. അതേ സമയത്ത് ഇന്ത്യയിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വരുമാനം ദിവസം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യത്തിലേക്ക് പോകാതിരുന്ന ആളുകൾ വരെ ഇന്ന് ദാരിദ്ര്യത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. അങ്ങനെയാണ് 52% ജനങ്ങൾ ഇന്നും അത്താഴം കഴിക്കാതെ കണ്ട് കടന്നുറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം BJP-ക്കാരൻ ഇനിയും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ അറിയുന്നത് മുഴുവൻ അദാനിക്കും അംബാനിക്കും എന്ത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. ആ നില മാറ്റുവാൻ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളോട് പറയുന്നു. ഇനി നിങ്ങൾ വേണ്ട.